നമസ്കാരം. ചിതറയിൽ തെരുവു നായ്ക്കളുടെ ശല്യം രൂക്ഷമാവുകയും ഗ്രാമപഞ്ചായത്ത് അധികൃതർ നടപടികളൊന്നും തന്നെ സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് SDPIയുടെ നേതൃത്വത്തിൽ ചിതറ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തും. ജൂലൈ 25 വെള്ളിയാഴ്ച 10:30 പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തുന്ന മാർച്ച് SDPI ചടയമംഗലം മണ്ഡലം പ്രസിഡന്റ് ജവാദ് രബ ഉദ്ഘാടനം ചെയ്യും. ചിതറയിലും പരിസര പ്രദേശങ്ങളിലും തെരുവു നായകളുടെ ശല്യം രൂക്ഷമാവുകയാണ്. പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ തെരുവുനായകൾ കാരണം ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത നിലയിലാണെന്ന് SDPI നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഒരു മാസത്തിനുള്ളിൽ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർക്കാണ് തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. ദിവസങ്ങൾക്ക് മുൻപ് വളവ് വച്ച മഹാദേവർ തണ്ണിക്കലിൽ വീടിന് മുന്നിൽ കളിച്ചുകൊണ്ടിരുന്ന 3 വയസ്സുകാരിക്ക് തെരുവുനായയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ ശനിയാഴ്ചയും വളവുപച്ചയിൽ നിന്ന് സ്കൂൾ കുട്ടിക്ക് നേരെ തെരുവുനായയുടെ ആക്രമണം നടന്നു. ഇരുചക്രവാഹനക്കാർ നായയുടെ ആക്രമണം മൂലം അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. തമിഴ്നാട്ടിൽ നിന്നും കൂട്ടത്തോടെ നായകളെ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ കൊണ്ട് തള്ളുന്നതായും ആക്ഷേപമുണ്ട്. എന്നാൽ ഇതൊന്നും കണ്ടിട്ടും കാണാത്ത നിലയിലാണ് അധികൃതർ. പലതവണ പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്ത പശ്ചാത്തലത്തിലാണ് SDPI ചിതറ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നത്. SDPI ചിതറ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് നൌഷാദ് മുതയിൽ, സെക്രട്ടറി അനസ് തേരിക്കട, സക്കീർ സത്യമംഗലം, ഷമീർ സമദ്, അനസ് വളവുവച്ച, ഷാനവാസ്, മണ്ഡലം സെക്രട്ടറി നജീം മുക്കുന്നം എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. ഷെൽട്ടറുകൾ ഉണ്ടാക്കിക്കൊണ്ട് പട്ടികളെ സംരക്ഷിക്കും. എങ്കിൽ പട്ടികളെ കൊന്നൊടുക്കുക എന്നുള്ളതാണ് പിന്നെ ഇതിനുള്ളൊരു മാർഗം, അല്ലാതെ പിന്നെ വേറൊരു മാർഗമില്ല. പട്ടികൾക്ക് പിന്നെ പട്ടിയുടെ ഈ പറഞ്ഞതുപോലെയുള്ള ക്രിമിനൽ മൈൻഡുകളൊന്നും മാറത്തൊന്നുമില്ല. അത് കടിക്കാനുള്ളത് തീർച്ചയായും അത് കടിച്ചിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി, കഴിഞ്ഞ മന്ത്രിസഭ തീരുമാനം എടുത്തിരുന്നു. അതായത് ഡോക്ടർ സർട്ടിഫൈ ചെയ്യുന്ന നായ്ക്കളെ കൊന്നൊടുക്കാം, കൊല്ലാം. അതായത് അത് അസുഖം ബാധിച്ച നായാണ്. എങ്ങനെ ഡോക്ടർ ഇതിനെ സർട്ടിഫൈ ചെയ്യും? ഡോക്ടർ ഈ തെരുവ് നായ്ക്കൾക്ക് എങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് തരുന്നത്? അത് വലിയ രീതിയിൽ ഇവിടെ ഒരു ഭാഗം ആഘോഷിച്ചു. കാരണം മന്ത്രിസഭ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്, ഇപ്പോൾ നായ്ക്കളെ എല്ലാം കൊന്നൊടുക്കും. അതിൽ ഒരു പോയിന്റ് കൂടി കോട്ട് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, സർട്ടിഫൈ ചെയ്യണം, മൃഗ ഡോക്ടറെ സർട്ടിഫൈ ചെയ്യണം. മൃഗ ഡോക്ടറെ എങ്ങനെ സർട്ടിഫൈ ചെയ്ത് തരാനായിട്ട് പറ്റും? അതൊക്കെ ഇങ്ങനെ പൊതുജനങ്ങൾക്ക് തെരുവിൽ കിടക്കുന്ന നായ്ക്കളെ പിടിച്ച് പിന്നെ ഡോക്ടറെ മുന്നിൽ ഹാജരാക്കി അതിന്റെ സർട്ടിഫിക്കറ്റ് നേടാൻ പിന്നെ പബ്ലിക്കിന് കഴിയും? ഒരിക്കലും കഴിയത്തില്ലല്ലോ. ഒന്നേ അത് സർക്കാർ ആ ഒരു സംവിധാനം ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ വേണ്ടത്. ഒന്നേ സർക്കാർ ഈ പട്ടികളെയൊക്കെ ഈ പറഞ്ഞാണെങ്കിൽ പിടിച്ചുകൊണ്ട് പോയിട്ട് പിന്നെ അങ്ങനെ അക്രമകാരിയല്ലാത്ത പട്ടികളാണ് എന്ന് വിലയിരുത്തി അവർക്ക് വേണമെങ്കിൽ ആ പട്ടിയെ പുറത്തു വിടാം. പട്ടിയിൽ നിന്ന് പല റിപ്പോർട്ടുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അത് കാരണം തന്നെ പിന്നെ പേവിഷബാധയുടെ വാക്സിൻ കൊടുക്കാത്തതിൻ്റെ പേരിൽ അടുത്തൊരു കുട്ടി മരണപ്പെട്ട ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പിന്നെ മുന്നോട്ട് വയ്ക്കുന്നത് ഈ ചിതറ പഞ്ചായത്തിലെ എല്ലാ പഞ്ചായത്തിനുമാണ്, എന്നാൽ പോലും ചിതറ പഞ്ചായത്തിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നായ്ക്കൾ ശല്യം കൂടിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എന്തെങ്കിലും പഞ്ചായത്ത് ഇടപെട്ടുകൊണ്ട് കൃത്യമായ ഒരു പരിഹാരം കാണണമെന്നാണ് പഞ്ചായത്ത് കമ്മിറ്റിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. അതിൽ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ അവിടുത്തെ സെക്രട്ടറിക്ക് ഞങ്ങൾ പരാതി കൊടുക്കുകയും അവർ പിന്നെ അതിന് കൃത്യമായ ഒരു മറുപടി പോലും നമുക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വരുന്ന 25-ാം തീയതി 10:30 പിന്നെ നമ്മുടെ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പത്രമാധ്യമ പ്രവർത്തകരായ നിങ്ങൾ ഞങ്ങളോടൊപ്പം സഹകരിക്കണം. ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ കൃത്യമായ പിന്നെ ഒരു സഹകരണം ഉണ്ടാകണമെന്നാണ് ഈ ഒരവസരത്തിൽ നമുക്ക് പറയാനുള്ളത്. ചിതറ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ഒരു വാർത്താ സമ്മേളനമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇതിലേക്ക് നിങ്ങളെ ആദ്യം ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇന്നിവിടെ നമ്മളെ ക്ഷണം സ്വീകരിച്ച് എത്തിയിട്ടുള്ള പിന്നെ പാർട്ടിയുടെ മണ്ഡലം സെക്രട്ടറി നജീം മുക്കുന്നം. ഇന്നിവിടെ വിളിച്ചു കൂട്ടാനായിട്ടുള്ള കാരണം ചിതറ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഇപ്പോൾ ഒരു 3-4 മാസക്കാലം കൊണ്ട് തെരുവുനായ ശല്യം വളരെ രൂക്ഷമായി കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം മുമ്പ് അക്രമങ്ങൾ ഇല്ലായിരുന്നു, പക്ഷേ തെരുവീതികളിൽ തെരുവുനായ നിരന്തരം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 3 മാസത്തിനിടയിൽ അത് അക്രമകാരിയായി മാറുന്ന ഒരവസ്ഥയിലേക്ക് മാറി.
ഇപ്പം ഈ കഴിഞ്ഞ 8-ാം തീയതി വളവ് വെച്ച മഹാദേവർ കുന്നിൽ ഒരു പിഞ്ചു കുഞ്ഞ് 3 വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞ് വീട്ടിൻ്റെ പടിക്കൽ കളിച്ചുകൊണ്ടിരിക്കെ ഈ ഒരു നായ വന്ന് കടിക്കുകയും ആ കുട്ടിയെ ഉടൻ തന്നെ അടിയന്തരമായിട്ട് ബന്ധപ്പെട്ട ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവർ തിരുവനന്തപുരം ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് എത്തിച്ചിട്ടുള്ളത്. ആ കുട്ടിയുടെ മുഖത്തായിരുന്നു കടിയേറ്റത്. ആ കടി പിന്നെ അത് പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. ഈ കടിച്ച പട്ടിയുടെ സ്രവം പരിശോധിച്ചതിന് ശേഷം ആണ് പിന്നെ മനസ്സിലായത് അത് പേവിഷബാധയേറ്റ പട്ടിയാണെന്നുള്ളത്. ത്തിൽ നിന്ന് പല റിപ്പോർട്ടുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അത് കാരണം തന്നെ പിന്നെ പേവിഷബാധയുടെ വാക്സിൻ കൊടുക്കാത്തതിൻ്റെ പേരിൽ അടുത്തൊരു കുട്ടി മരണപ്പെട്ട ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പിന്നെ മുന്നോട്ട് വയ്ക്കുന്നത് ഈ ചിതറ പഞ്ചായത്തിലെ എല്ലാ പഞ്ചായത്തിലുമാണ്, എന്നാൽ പോലും ചിതറ പഞ്ചായത്തിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നായ്ക്കൾ ശല്യം കൂടിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എന്തെങ്കിലും പഞ്ചായത്ത് ഇടപെട്ടുകൊണ്ട് കൃത്യമായ ഒരു പരിഹാരം കാണണമെന്നാണ് പഞ്ചായത്ത് കമ്മിറ്റിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്.